ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് തലേ ദിവസം രാത്രി തന്നെ ആവശ്യത്തിന് കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ കടല നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 8-9 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. തലേ ദിവസം കഴുകി വെച്ച കടലയായതുകൊണ്ട് പിന്നെ ഇത് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ തന്നെ കുക്കറിലേക്ക് മാറ്റുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഏകദേശം 5-6 വിസിൽ കേൾപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുക. നല്ലതുപോലെ ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക എന്നിവയിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, സവാള എന്നിവയിട്ട് വഴറ്റുക. ഇത് ഒരുപാട് വഴണ്ട് പോവേണ്ട ആവശ്യമില്ല, എന്നാൽ ആവശ്യത്തിനൊന്ന് വഴണ്ട് വരികയും വേണം. ഇതിനോടൊപ്പം തന്നെ അരമുറി തക്കാളിപ്പഴവും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഇത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർക്കുക. ഏകദേശം ഒരു 2-3 സെക്കൻഡ് ഇത് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറണം. ഇപ്പോൾ മസാലകളെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് മാറ്റുക. അതിനുശേഷം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. ഇനി കടലക്കറി എങ്ങനെ താളിക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുവിട്ട് പൊട്ടിക്കുക. ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും, ഒരു സവാള അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റുക. ഇത് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കറി എത്ര ലൂസാകണോ അത്രത്തോളം ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇവയെല്ലാം കൂടി നല്ലതുപോലെ തിളപ്പിക്കുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെയുള്ള 5 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഈ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുന്നത് നല്ലതുപോലെ കടലക്കറി സെറ്റായി നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ എന്തായാലും കടലക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. ഒരുപാട് തേങ്ങ അരയ്ക്കാത്ത നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കടലക്കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.